പാലക്കാട് ജില്ലയിലെ മലമ്പുഴ ഡാമിലേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര. പാലക്കാട് നിന്നും 14 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ ഒരു ഡാം സ്ഥിതി ചെയ്യുന്നത്. ഇവിടേക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് തരത്തിലുള്ള പൂക്കൾ ഇവിടെ കാണാൻ കഴിയുന്നതാണ്. മനോഹരമായ ഒരു വയൽ ഇവിടെ സൃഷ്ടിച്ചിട്ട് അതിന് നടുവിലായിട്ട് ഒരു വള്ളം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇവിടെ കാണാം. വളരെ ഭംഗിയായിട്ട് തന്നെയാണ് അവർ ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ ഊട്ടിയിലെ ടോയ് ട്രെയിനാണ്, അതേ മാതൃകയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എന്തായാലും നല്ല രസമുണ്ട്, അതേപോലെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. കുട്ടികൾക്കെല്ലാം ഇതിൻ്റെ അകത്ത് വന്ന് ഇരിക്കാവുന്നതും ഫോട്ടോ എടുക്കാവുന്നതും ഒക്കെയാണ്. കേരളത്തിൻ്റെ വൃന്ദാവനം എന്നാണ് മലമ്പുഴ അറിയപ്പെടുന്നത്. 54 ഹെക്ടർ സ്ഥലത്താണ് ഇവിടെ ഉദ്യാനം സജ്ജീകരിച്ചിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ റോപ്പ് വേ. 71 രൂപ മാത്രമേ ഉള്ളൂ ഇതിന് ടിക്കറ്റ് നിരക്ക്. ഉച്ച സമയമായതുകൊണ്ട് തന്നെ നമുക്കതിൽ കയറാൻ കഴിഞ്ഞില്ല. ആയിരത്തി 1955 ഈ ഒരു ഡാം നിർമ്മിച്ചിരിക്കുന്നത്. ഭാരതപ്പുഴയുടെ കൈവഴിയായ മലമ്പുഴ നദിക്ക് കുറുകെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു അണക്കെട്ട് ചുറ്റുമുള്ള പ്രദേശങ്ങൾക്ക് കുടിവെള്ളവും ജലസേചന സൗകര്യവും നൽകുന്നു. ഡാമിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണിത്. ഇതാണ് മലമ്പുഴയിലെ യക്ഷി. പ്രശസ്തനായ കാനായി കുഞ്ഞിരാമനാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇത് ഇവിടുത്തെ തൂക്കുപാലമാണ്. ഈ ഒരു തൂക്കുപാലം കടന്നു പോയിട്ട് വേണം ബോട്ടിംഗ് യാത്രയെല്ലാം നടത്താൻ.
ചെറിയ കുളങ്ങളും പുൽത്തകിടുകളും അതിനോടനുബന്ധിച്ചുള്ള ഇരിപ്പിടങ്ങളുമെല്ലാം വളരെ മനോഹരമായിട്ട് തന്നെ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. മലമ്പുഴ വീഡിയോ ഏകദേശം ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇനി നല്ലൊരു വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങളെല്ലാവരും ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.